ഹലോ ഹലോ ലതയാണോ? എവിടുന്നാ? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീഷല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ആ അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോകാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്കാ? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1 ആയുള്ളൂ. ആ നമുക്കൊരു കാര്യം ചെയ്യാനല്ലേ, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാ. അവനിന്ന് വൈകിട്ട് മടങ്ങിപ്പോവും. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ ഓക്കെ. വരൂ. ഹലോ, ഇതാരും മോഹനോ? വരൂ ഇരിക്കൂ. ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫായില്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേരില്ല. ആ ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനാ. ആ തനിക്കെന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല, ഇവരുമായി വരുന്ന കാര്യം എനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല പിന്നെ എനിക്ക് എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കടോ, താൻ എന്തൊരാളാ? ഞാൻ അവനെ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരും. അതിനായി, അപ്പൊ പോയിട്ട് വാ. ആ പിന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ. വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല, ഇനി അവൻ വന്നിട്ട് നമുക്ക് പോകാം. എന്തിനാ കഥ കടയ്ക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ടു പോവും. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാൽ. സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ലത എന്നെ ശല്യം ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ കാണുകയും സംസാരിക്കുകയും ഒന്നും വേണ്ട. ഇനി എന്നെ വിളിക്കരുത്. ശല്യം.
എന്താ ഗേൾഫ്രണ്ടുമായി പിണങ്ങിയോ? പിണങ്ങി. അതിന് നിനക്കെന്ത് വേണം? ലതയോടുള്ള പിണക്കം എന്നോട് വേണോ? ആ സുധേ, ഞാനിവിടെ ഇല്ല, നമ്മളോട് പറ. ഇവിടെ ഇല്ല. എങ്ങോട്ട് പോയെന്ന് ചോദിക്കുന്നു. പുറത്ത് പോയതാണെന്ന് പറയൂ. പുറത്തു പോയി. എപ്പോൾ തിരിച്ചു വരുമെന്ന്? തിരിച്ചു വരില്ലെന്ന് പറ. തീർച്ചയറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. ഭാര്യയാണെന്ന് പറഞ്ഞേക്കൂ. ഞാൻ പഴയ വേലക്കാരി തന്നെയാണ്. അദ്ദേഹത്തോട് എന്നെ ഒന്ന് കാണാൻ പറയണം. എന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് പറഞ്ഞേക്കൂ. കരയണ്ട കുട്ടി. ലത എവിടെ ഉണ്ടാവുമെന്ന് പറയൂ. അദ്ദേഹം അവിടെ വരും. ആ ശരി, അവിടെ ഇരിക്കൂ. ഉടൻ തന്നെ വരും. ലത അല്ലേ? അതെ. എന്നെ അറിയുമോ? അന്ന് ബീച്ചിൽ വെച്ച് ലതയെ മോഹൻ എനിക്ക് പരിചയപ്പെടുത്തി. ഇപ്പൊ ഓർക്കുന്നു. ഇവിടെ ഞാൻ ലതയെ കാണാൻ തന്നെ വന്നതാണ്. അല്പം മുമ്പ് ലത ഫോണിൽ സംസാരിച്ച എന്റെ കൂടെയാണ്. വേലക്കാരി എന്ന് പറഞ്ഞത്? അതെ, അത് ഞാൻ തന്നെയാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഒരു കണക്കിൽ നമ്മളെല്ലാവരും വേലക്കാരികൾ തന്നെയല്ലേ? ആ, അത്യാവശ്യമായി മോഹനെ കാണണമെന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം? എന്നോട് തുറന്നു പറയാം. ലതയെപ്പറ്റി മോഹൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ കുട്ടി, പറയൂ പറയൂ. ചേച്ചി, മോഹൻ എന്നെ വിവാഹം ചെയ്യാമെന്ന് വാക്ക് തന്നു. ഇപ്പൊ എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞാൻ ഗർഭിണിയാണ് ചേച്ചി. ചേച്ചി, മോഹനോട് പറയണം എന്നെ വിവാഹം കഴിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ചേച്ചി. ആത്മഹത്യ ഒരു പരിഹാര മാർഗമല്ലല്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ ചേട്ടൻ അറിഞ്ഞാൽ ചേട്ടനത് സഹിക്കാനാവില്ല ചേച്ചി. ലതയുടെ ചേട്ടൻ എവിടെയാണ്? ഇവിടെ തന്നെയുണ്ട്. മേനോൻ ആൻഡ് സൺസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഗോപിനാഥ്. ചേച്ചിക്ക് എന്റെ ചേട്ടനെ അറിയാമോ? ഇല്ല ഇല്ല. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ലത വിഷമിക്കണ്ട, സമാധാനമായി പൊയ്ക്കോളൂ. ധൈര്യമായി പൊയ്ക്കോളൂ. എന്റെ ജീവൻ കൊടുത്താണെങ്കിൽ പോലും ഞാൻ നിന്നെ സഹായിക്കാം. പൊയ്ക്കോളൂ.